നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാവരും ഉറ്റുനോക്കുന്നത് 25ാമത് ഷാങ്ഹായ് ഉച്ചകോടിയിൽ നടക്കുന്ന കൂടിക്കാഴ്ചകളും അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ഒരു ഉച്ചകോടിയിൽ സൗഹൃദം പങ്കിട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. മോദിയും പുടിനും ഒരുമിച്ചാണ് വേദിയിലേക്ക് എത്തിയത്. അതിനു മുൻപ് ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ ശ്രദ്ധേയമാകുന്നത് അവിടെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഭീകരാക്രമണം പഹൽഗാമിൽ നടന്നതിന് ശേഷം ഒരേ വേദിയിൽ തന്നെ ഷഹബാസ് ഷെരീഫും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തുന്ന ഒരു ഉച്ചകോടി കൂടിയായിരിക്കാം ഇത്. ഏതായാലും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനും അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുൻപിലൂടെ നടന്നു പോകുന്നതാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഷഹബാസ് ഷെരീഫിന് മുന്നിലൂടെയാണ് ഇരുവരും പോയത്. ഇരുവരും നടന്നു നീങ്ങുന്നത് ഷഹബാസ് ഷെരീഫ് നോക്കി നിൽക്കുന്ന ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. മോദി ഷീ പുടിൻ സംഭാഷണത്തിലും പാക് പ്രധാനമന്ത്രിയെ അവഗണിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പരസ്പരം പുറംതിരിഞ്ഞു നിൽക്കുന്ന ഫോട്ടോയും പുറത്തു വന്നിട്ടുണ്ട്. നയതന്ത്ര സമ്മേളനത്തിനിടയിൽ ആ നിമിഷം ശ്രദ്ധ ആകർഷിച്ചു. ഉച്ചകോടിക്കിടെ ആചാരപരമായ നടപടിക്രമങ്ങൾക്കായി നേതാക്കൾ ഒത്തുകൂടിയപ്പോഴായിരുന്നു ഇത്. മോദിയും പുടിനും ഒരുമിച്ച് സംസാരിച്ച് നടന്നു പോയപ്പോൾ അടുത്തുനിന്ന ഷെരീഫ് നോക്കി നിൽക്കുകയായിരുന്നു. ഇതിന്റെ ഹ്രസ്വ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. പിന്നീട് എക്സിൽ മോദി പോസ്റ്റ് ചെയ്ത ഫോട്ടോയിൽ രാജ്യതലവന്മാർ അണിനിരന്നതിൽ ഷഹബാസ് മോദിയിൽ നിന്നും വളരെ മാറിയാണ് നിൽക്കുന്നതെന്നും കാണാം. ഒരു ദിവസം മുമ്പ് SCO നേതാക്കളുടെ പതിവ് കുടുംബ ഫോട്ടോ സെക്ഷനിലും ദൂരത്തിന്റെ ദൃശ്യങ്ങൾ ദൃശ്യമായിരുന്നു. അവിടെ മോദിയും ഷെരീഫും ഗ്രൂപ്പ് ലൈനപ്പിൽ വളരെ അകലം നിന്നു. ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് മെയ് 7 ഇന്ത്യ നടത്തിയ അതിർത്തി കടന്നുള്ള ആക്രമണമായ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷഭരിതമായ അന്തരീക്ഷം ഉടലെടുത്തത്. സമീപ മാസങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ അതിരുകടന്നു. ഇന്നലെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി മോദി ചർച്ച നടത്തിയിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്ന് ആരോപിച്ചാണ് അമേരിക്ക ഇന്ത്യക്ക് 50% തീരുവ ചുമത്തിയത്. അതിനുശേഷം നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത്. യുക്രൈൻ റഷ്യ യുദ്ധത്തിന് പിന്നിൽ ഇന്ത്യയാണെന്നാണ് അമേരിക്കയുടെ ആരോപണം. ഇന്ത്യ ചൈന റഷ്യ ബന്ധം ശക്തിപ്പെടുന്നത് നിലവിലെ ആഗോള സാഹചര്യത്തിൽ നിർണായകമാണ്. പ്രധാനമന്ത്രി മോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള അപൂർവവും ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടതുമായ കൂടിക്കാഴ്ചയും ഉച്ചകോടിയിൽ ഉണ്ടായിരുന്നു. അതിർത്തി സ്ഥിരത നിലനിർത്തേണ്ടതിന്റെയും ഏകദേശം $100 ബില്യൺ വ്യാപാര കമ്മി കുറയ്ക്കേണ്ടതിന്റെയും ആവശ്യകത ഉയർത്തിക്കാട്ടുന്നതിനൊപ്പം ചൈനയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത മോദി അറിയിച്ചു. 2020 പരിഹരിക്കപ്പെടാത്ത ഗാൽവാൻ സംഘർഷവും തുടർന്നുണ്ടായ സൈനിക സംഘർഷവും സംബന്ധിച്ച സംഭാഷണമാണിത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നടപടികൾ മൂലമുണ്ടായ ആഗോള വ്യാപാരത്തിലെ പ്രക്ഷുബ്ധതകൾക്കിടയിലാണ് SCO യോഗം നടന്നത്. അദ്ദേഹത്തിന്റെ ഭരണകൂടം സാർവത്രികമായി 10% താരിഫ് ഏർപ്പെടുത്തുകയും ചൈനയ്ക്ക് പ്രത്യേക തീരുവകൾ കുത്തനെ ചുമത്തുകയും ചെയ്തു. നവംബർ 10 വരെ താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ട്. തുണിത്തരങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, ചെമ്മീൻ, പരവധാനികൾ എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US 50% പൂർണ്ണ തീരുവ ചുമത്തിയിട്ടുണ്ട്. ഇത് ഏകദേശം $80 ബില്യൺ കയറ്റുമതിയെ ബാധിച്ചു. ഇത് US-ഉമായുള്ള വ്യാപാരത്തിന്റെ ഏകദേശം 2/3 ഇന്ത്യയിലെ ചെറുകിട കയറ്റുമതിക്കാർ യൂറോപ്പ്, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഗൾഫ് എന്നിവിടങ്ങളിലെ വിപണികളിലേക്കും വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സർക്കാർ കുനിയുകയില്ല എന്ന് പ്രതിജ്ഞയെടുക്കുകയും കയറ്റുമതി പ്രോത്സാഹന ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ചൈനീസ് നഗരമായ ടിയാൻജിനിൽ നടക്കുന്ന 10 അംഗ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ രാഷ്ട്രതലവന്മാരുടെ ഉച്ചകോടി ആരംഭിച്ചു. സഖ്യത്തിന്റെ ഭാവി പരിപാടികൾ ചർച്ച ചെയ്യുന്നതിനായി ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ചകൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘടനയിലെ മറ്റ് നേതാക്കളും ചേർന്ന് തുടക്കം കുറിച്ചു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നേതാക്കളെ സ്വാഗതം ചെയ്തു. ഞായറാഴ്ച രാത്രി ഷീ ജിൻപിങ് ഒരുക്കിയ വമ്പിച്ച വിരുന്നോടെ 25ാമത് ഉച്ചകോടിക്ക് ഔദ്യോഗികമായി തുടക്കമായി. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും തങ്ങൾക്ക് ഗംഭീരമായ രീതിയിൽ സ്വാഗതമരുളിയ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനോട് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഉസ്ബെക്കിസ്ഥാൻ അദ്ദേഹം അഭിനന്ദനം നേർന്നു. SCO അംഗമെന്ന നിലയിൽ വളരെ മികവാർന്ന പങ്കാണ് ഇന്ത്യ വഹിച്ചിട്ടുള്ളത്. SCO-യെക്കുറിച്ച് ഇന്ത്യയുടെ കാഴ്ചപ്പാടും നയവും 3 പ്രധാന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. S സുരക്ഷ, സെക്യൂരിറ്റി, C കണക്ടിവിറ്റി, O അവസരം, ഓപ്പർച്യൂണിറ്റി. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി ഇന്ത്യ തീവ്രവാദത്തിന്റെ ദുരിതം സഹിച്ചു വരികയാണ്. അടുത്തിടെ പഹൽഗാമിൽ തീവ്രവാദത്തിന്റെ ഏറ്റവും മോശം വശം നാം കണ്ടു. ദുഃഖത്തിന്റെ ഈ സമയത്ത് നമ്മോടൊപ്പം നിന്ന സൗഹൃദ രാജ്യത്തിന് ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു എന്നാണ് മോദി പറഞ്ഞത്.
പഹൽഗാമിൽ നടന്ന ആക്രമണം മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന ഓരോ രാജ്യത്തിനും വ്യക്തിക്കും നേരെയുള്ള പരസ്യമായ വെല്ലുവിളിയായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ചില രാജ്യങ്ങൾ ഭീകരവാദത്തിന് നൽകുന്ന പരസ്യമായ പിന്തുണ നമുക്ക് അംഗീകരിക്കാനാകുമോ എന്ന ചോദ്യം ഉയരുന്നത് സ്വാഭാവികമാണ്. ഭീകരവാദത്തെ അതിന്റെ എല്ലാ രൂപത്തിലും ഭാവത്തിലും നമ്മൾ ഒറ്റക്കെട്ടായി എതിർക്കണം. ഇത് മനുഷ്യരാശിയോടുള്ള നമ്മുടെ കടമയാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ പാതയിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ ഭീകരവാദം, വിഘടനവാദം, തീവ്രവാദം എന്നിവയാണ്. ഭീകരവാദം ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് നേരെയുള്ള വെല്ലുവിളി മാത്രമല്ല, മുഴുവൻ മനുഷ്യരാശിക്കും നേരെയുള്ള പൊതുവായ വെല്ലുവിളിയാണ്. ഒരു രാജ്യത്തിനോ സമൂഹത്തിനോ പൗരനോ ഇതിൽ നിന്ന് സുരക്ഷിതരാണെന്ന് കരുതി മാറി നിൽക്കാനാകില്ല. അതിനാൽ ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ ഐക്യത്തിനാണ് ഊന്നൽ നൽകിയിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അൽഖ്വയ്ദയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട ഭീകര സംഘടനകൾക്കും എതിരെ പോരാടാൻ സംയുക്ത വിവര പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയാണ് ഇന്ത്യ മുൻകൈയെടുത്തത്. ഭീകരവാദത്തിന് പണം നൽകുന്നതിനെതിരെ ഞങ്ങൾ ശബ്ദമുയർത്തി. അതിന് നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എന്നും മോദി പറഞ്ഞു. രാജ്യങ്ങൾ തമ്മിലുള്ള ശക്തമായ ബന്ധങ്ങൾ അവർക്കിടയിലെ വ്യാപാരം വർദ്ധിപ്പിക്കുക മാത്രമല്ല, അവരുടെ വളർച്ചയ്ക്കും വിശ്വാസത്തിനും പരസ്പരമുള്ള വാതിലുകൾ തുറക്കുകയും ചെയ്യുമെന്നും ഇന്ത്യ എപ്പോഴും വിശ്വസിക്കുന്നു. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ചബഹാർ തുറമുഖം, അന്താരാഷ്ട്ര നോർത്ത് സൗത്ത് വ്യാപാര ഇടനാഴി തുടങ്ങിയ പദ്ധതികളിൽ ഞങ്ങൾ പ്രവർത്തിച്ചു വരികയാണ്. അഫ്ഗാനിസ്ഥാനുമായും മധ്യേഷ്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ഇത് ഞങ്ങളെ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അവിടെ എത്തിയിട്ടുള്ള മോദി പുടിനെ കാണുന്നതും അതോടൊപ്പം തന്നെ ഷീ ജിൻപിങ്ങുമായി സംസാരിക്കുന്നതും പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവഗണിക്കുന്നതൊക്കെ തന്നെ അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്.